റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വരെ കൊടുത്തത്. അതായത് പ്രോട്ടോകോൾ പോലും പാലിക്കാതെ മോദി നേരിട്ട് പാലം വിമാനത്താവളത്തിൽ ചെല്ലുന്നു, സ്വീകരിക്കുന്നു, ഒരുമിച്ച് മോദിയുടെ കാറിൽ പുടിനെ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവിടെ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമം മോസ്കോയിൽ പോയി ഇതിനു മുമ്പ് തന്നെ പുടിനുമായിട്ട് ഒരു അഭിമുഖം നടത്തി. അതിൽ പറയുന്നത് ഈ ചിരഞ്ജീവിയായിട്ടുള്ളത് ദൈവം മാത്രമാണെന്നാണ്. അങ്ങനെ പുടിൻ ഒരു അഭിമുഖത്തിൽ പറയണമെങ്കിൽ നേരത്തെ പുടിനും ഷിയും ഒക്കെ കൂടെ തമ്മിലുള്ള സംസാരവുമായിട്ടുള്ള ചില ബന്ധങ്ങളാവില്ലേ? അതെ, അതായത് ഇവര് മുമ്പ് ഈ സെപ്റ്റംബർ 3 ബെയ്ജിങ്ങിൽ ഈ പുടിൻ, പിന്നെ ഷി ജിൻപിങ്, പിന്നെ കിം ജോങ് ഉൻ നോർത്ത് കൊറിയ, ഇവര് 3 പേരും കൂടിയുള്ള ഒരു ഫ്രെയിം അല്ലേ? അപ്പോൾ ഇവരങ്ങോട്ട് നടക്കുന്നു. മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടായിരുന്നു. അത് 80ാം വാർഷികം കൊണ്ടാടുമ്പോ. അപ്പൊ അങ്ങനെ വേദിയിലേക്ക് നടക്കുമ്പോൾ ഷിയും പുടിനും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൻ്റെ അകത്ത് മനുഷ്യന്റെ ഈ അമരത്വത്തിനെ പറ്റി ആണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഷീ പറഞ്ഞു നമുക്ക് 125-150 വയസ്സ് വരെയൊക്കെ ജീവിച്ചു എന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭാഷണ ശകലങ്ങളൊക്കെ അതിൽ നിന്ന് കേട്ടിരുന്നു അന്ന്. അപ്പൊ ഇവര് മനുഷ്യൻ എത്ര അല്ലേ, മനുഷ്യന്റെ ആയുർദൈർഘ്യം കൂട്ടിയെടുക്കുന്നതിനെ പറ്റിയാണല്ലോ രണ്ടുപേരും സംസാരിച്ചത്. അത് വെച്ചിട്ട് ഇന്ത്യ ടുഡേയുടെ ലേഖകര് പുടിനോട് ചോദിച്ചു, മനുഷ്യന് അമരത്വം കൈവരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുടിൻ പറഞ്ഞു, മനുഷ്യന് ചിരഞ്ജീവിയാകാൻ പറ്റില്ല, അനന്തമായി മനുഷ്യനിരിക്കാൻ പറ്റില്ല. ആയുർദൈർഘ്യം ശാസ്ത്രത്തിന് കൂട്ടിയെടുക്കാൻ പറ്റി എന്ന് വരും, പക്ഷെ എല്ലാത്തിനും അന്ത്യം ഉണ്ട്. അന്ത്യം ഇല്ലാത്തത് ദൈവത്തിന് മാത്രമാണ്. ദൈവം മാത്രമാണ് അനന്തം, ദൈവം മാത്രമാണ് ചിരഞ്ജീവി എന്ന് പുടിൻ പറഞ്ഞു. എന്നിട്ട് പുടിൻ പറഞ്ഞു, ഇന്ത്യയിൽ ഈ 72 കൊല്ലം മുമ്പ് ആയുർദൈർഘ്യം ശരാശരി 31 വയസ്സായിരുന്നു ഇന്ത്യയിൽ. ഇപ്പോൾ ഇത് 70ആണ്. അപ്പോൾ ഇന്ത്യയെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കുട്ടികളുടെ മരണനിരക്ക് 4 ഇരട്ടിയോളം കുറച്ചു കൊണ്ടുവന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് വരും. ഇനിയും ഈ ആരോഗ്യരംഗത്ത് അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് വരും. എങ്കിലും മനുഷ്യജീവിതം എന്നും അവസാനിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മോദി പുടിന് ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ചു ഇന്നലെ ഡൽഹിയിൽ. അപ്പോൾ പുടിൻ ഈ മോദിയെ പോലെ തന്നെ മോദിയെ പറ്റി വലിയ പ്രശംസയൊക്കെ ഈ അഭിമുഖത്തിലുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് എന്നൊക്കെ പുടിൻ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മോദിയുമായിട്ട് പലതവണ ആലിംഗനമൊക്കെ കഴിഞ്ഞാണല്ലോ പുടിൻ്റെ ഇപ്പോഴും. അപ്പൊ ഈ ഊർജ പ്രസരണമൊക്കെ നടന്നിട്ടുണ്ടാവും. പൊതുവെ ഒരു സനാതനധർമ്മത്തിന്റെ ചില ചീളുകളൊക്കെ, ശകലങ്ങളൊക്കെ, ഈ ശലാകകൾ ഒക്കെ ഈ പുടിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ അമരത്വം അല്ലേ, അനന്തത. ഫിനിറ്റ്, ഇൻഫിനിറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ്. ജ്ഞാനി അനന്തത, ചിരഞ്ജീവി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓൺലി ഗോഡ് ഇസ് ഇൻഫിനിറ്റ് എന്നാണ് പറയുന്നത്. അനന്തം ആയത് ഫിനിറ്റ് ആണല്ലോ, നശിച്ചു പോകുന്നത്. ഇൻഫിനിറ്റ് ആയിട്ടുള്ളത് ദൈവം മാത്രമാണ് എന്നൊക്കെ. അപ്പോൾ നമ്മളിത് ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസം നടമാടിയിരുന്നൊരു സ്ഥലമാണല്ലോ ഈ മോസ്കോ, റഷ്യ, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്ന സ്ഥലം. ലെനിൻ്റെ ഒക്കെ കാലത്തുമൊക്കെ നവംബറിൽ നടന്ന ഒക്ടോബർ വിപ്ലവമൊക്കെ ഉണ്ടല്ലോ. ശരിക്കും വിപ്ലവം നടന്നത് ഫെബ്രുവരിയിലാണ്. അതൊരു ഓർത്തഡോക്സ് പാദ്രിയുടെ നേതൃത്വത്തിലാണ് ആ വിപ്ലവം നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെനിൻ വരുന്നുള്ളൂ ഫിൻലൻഡിൽ നിന്ന് ഒരു ട്രെയിനിൽ. അത് ഈ പറയുന്ന ഒക്ടോബർ മാസത്തിലാണ് വരുന്നത്. അവിടെ വിപ്ലവം നടന്ന് സാർ ചക്രവർത്തിയെ പുറത്താക്കി കഴിഞ്ഞു ലെനിൻ വരുമ്പോൾ. എന്നിട്ട് ആയുധങ്ങൾ ജനത്തിന് സ്വയം പ്രതിരോധത്തിന് കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് ഭരണം വരുന്നത്.
കെറൻസ്കിയുടെ നേതൃത്വത്തിൽ അട്ടിമറി നടന്നു കഴിഞ്ഞു അവിടെ. ആ. കെറൻസ്കി ആയുധമൊക്കെ നാട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്വയം പ്രതിരോധത്തിനും ഒക്കെ. ആ ആയുധമുള്ള ആളുകളൊക്കെ പിടിച്ചുകൂട്ടിയിട്ടാണ് ഈ ബോൾഷെവിക് വിപ്ലവം എന്ന് പറഞ്ഞ തട്ടിപ്പ് പരിപാടി ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? അത് കഴിഞ്ഞിട്ട് അവിടെ കെറൻസ്കി വന്നപ്പോൾ മര്യാദക്ക് ജനാധിപത്യവും പാർലമെന്റും ഒക്കെ വന്നു. അതിനെ അട്ടിമറിച്ചിട്ടാണ്, ഈ ജനാധിപത്യത്തിനെ അട്ടിമറിച്ചിട്ടാണ് ഈ ലെനിന്റെ നേതൃത്വത്തില്. അതൊരു ഒറ്റ ദിവസം കൊണ്ട് നടന്നാണത്. അല്ലാതെ അത് മഹത്തായ വിപ്ലവമൊന്നുമല്ല, ശുദ്ധ തട്ടിപ്പാണ്, ഒരു ദിവസത്തെ അട്ടിമറി മാത്രമാണ്. ഇതാണ് വലിയ സംഭവമായിട്ടൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഈ ദൈവത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത പുടിൻ പങ്കുവെച്ചല്ലോ എന്നുള്ളതാണ് എനിക്ക് കൗതുകം തോന്നിയത്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ പുടിൻ. കാരണം ദൈവം മാത്രമാണ് ചിരഞ്ജീവി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു നശ്വരതയെപ്പറ്റി, ഇല്ലേ, ജീവിതത്തിൻ്റെ ഒരു നൈമിഷികതയെപ്പറ്റി ഒക്കെ ഒരു ബോധം പുടിനുണ്ട്. അതേസമയം പുടിൻ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുന്നുമുണ്ട്. അതിന് പുടിൻ്റെ ന്യായമുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, കാരണം മുമ്പത്തെ യുക്രൈൻ പ്രസിഡന്റിനെ ഒബാമയുടെ ഭരണവും അതായത് അമേരിക്കയും യൂറോപ്പും കൂടി അട്ടിമറിച്ചു. അയാൾ റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിൽ നടന്നിരുന്ന ഒരാളാണ്. അട്ടിമറിച്ചിട്ട് പാശ്ചാത്യ അജണ്ട സെലൻസ്കി എന്ന് പറഞ്ഞൊരു പാവയെ വെച്ചിട്ട് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് പറ്റില്ല. അതാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഞങ്ങളുടെ മുകളിൽ യുദ്ധം കെട്ടിവെച്ചതാണെന്ന് റഷ്യൻ സ്ഥാനപതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയില്ലേ? 3 സ്ഥാനപതിമാര് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവരുടെ ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ, യൂറോപ്യൻ സ്ഥാനപതിമാര്. അപ്പോൾ റഷ്യക്ക് റഷ്യയുടേതായ ന്യായമുണ്ട്. കുരുക്ഷേത്രത്തിലാണ് ഇപ്പോൾ പുടിൻ നിൽക്കുന്നത്, അല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ ഉത്സവ എന്നും പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭഗവത്ഗീത കൊടുത്തത് എന്തായാലും വെറുതെ അല്ല. ഒരു സനാതന ധർമ്മപാതയിലേക്ക് പുടിൻ വരട്ടെ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഈ കാറിൽ അന്ന് ടിയാൻജിനിൽ ഈ SCO സമ്മിറ്റില്ലേ, ഷാങ്ഹായ് കോപ്പറേഷൻ സമ്മിറ്റ്, അതിൽ ഓറോ സെനറ്റ് ലിമൂസിനിൽ പുടിൻ മോദിയെ കൊണ്ടുപോയല്ലോ, പുടിൻ്റെ കാർ. അതിനെ പറ്റിയും ചോദിച്ചിരുന്നു. അപ്പോൾ പുടിൻ പറഞ്ഞു അതെൻ്റെ ആശയമായിരുന്നു, അങ്ങനെ ഒന്നിച്ച് സഞ്ചരിക്കാം എന്നുള്ളത്. സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് നടന്നത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് ഉച്ചകോടിയുടെ അജണ്ട അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചതൊന്നും ആയിരുന്നില്ല അത്. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, എൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു, എങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊരാശയം തോന്നിയതാണ്. അപ്പോൾ അതിന് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2 കൂട്ടുകാരെ പോലെ ഞങ്ങൾ കാറിലേക്ക് കയറി, സംസാരിച്ചു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. അതിനുശേഷം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഞങ്ങൾ കുറേ നേരം കാറിൻ്റെ അകത്ത് ഇരുന്നു. എന്ന് പറഞ്ഞാൽ 45 മിനിറ്റാണ് ഇരുന്നതേ. പിന്നെ മോദി അന്ന് ഈ സഞ്ചാരത്തിന് ശേഷം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ, ഉച്ചകോടിയുടെ കാര്യപരിപാടിക്ക് ശേഷം പുടിനും ഞാനും വേദിയിലേക്ക് പോയത് ഒന്നിച്ചാണ്, ആ ഹോട്ടലിലേക്ക്. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം എനിക്ക് ഉൾക്കാഴ്ചകൾ നൽകി എന്ന് മോദി പറഞ്ഞിരുന്നു. അപ്പോൾ ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടൽ വരെയാണ് അവർ ഒന്നിച്ച് സഞ്ചരിച്ചത്. പുടിൻ 10 മിനിറ്റ് കാത്തു മോദി വരാനായിട്ട്. 45 മിനിറ്റ് ചർച്ച നടന്നു കാറിൽ. ഹോട്ടലിൻ്റെ അവിടെ എത്തിയ ശേഷം ഇവർ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നു. അതൊക്കെയാണ് അസാധാരണമായിട്ടെന്ന് തോന്നിയത്. ഊർജം, പ്രതിരോധം, ആഗോള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്തു ഇപ്പോൾ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേദിക്കെടുത്ത് ആലിംഗനം ചെയ്യുന്ന 2 ചിത്രങ്ങളെന്ന് മോദി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ പുടിൻ വന്നിറങ്ങി. അത് കഴിഞ്ഞ് ഒരേ കാറിലാണ്. അന്ന് അവിടെ ഒരേ കാറിലാണ്, പക്ഷെ അത് പുടിൻ്റെ കാറിലാണ്. ഇപ്പോൾ ഒരേ കാറിലാണ്, അത് മോദിയുടെ കാറിലാണ്. പുറകിലാണ് പുടിൻ്റെ ലിമൂസിൻ സഞ്ചരിച്ചത്. അപ്പോൾ ഫ്ലൈറ്റ് റഡാർ 24 ഇന്നലെ ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്തത് പുടിൻ്റെ വിമാനത്തിനെ
ആയിരുന്നു. പുട്ടിൻ്റെ മറ്റേ ഡൽഹിയിൽ മോദിയുടെ ടൊയോട്ട ഫോർച്യൂണറിലാണ് ഇരുവരും സഞ്ചരിച്ചത്. പുട്ടിൻ്റെ കാറ് പിന്നിലായിരുന്നു. റഷ്യയിൽ നിന്നുള്ള പാചകക്കാർ ഒക്കെ വന്നിട്ടാണ് പാചകമൊക്കെ ചെയ്യുന്നത്. അവർ അല്ലെങ്കിൽ വേറെ ആൾ പാചകം ചെയ്താലും അതൊക്കെ അവർ ശരിക്കും പരിശോധിക്കും, ഓരോ വിഭവവും പരിശോധിക്കും. മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന മൊബൈൽ ലാബ് ഉണ്ട്. കൺട്രോൾഡ് കിച്ചൺ ഉണ്ട്. ടെസ്റ്റേഴ്സ് ഉണ്ട്, പരിശീലനം കിട്ടിയ. ഇദ്ദേഹത്തിന് മുമ്പ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. വിരുന്ന് നടക്കുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരുമല്ലോ നമുക്ക്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആകാം, പക്ഷെ വിരുന്നിലും ഇത് നടക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം പഴയിടമില്ലേ പാചകക്കാരൻ, പഴയിടം നമ്പൂതിരിയുമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നില്ലേ? അതില് പഴയിടം പറഞ്ഞിട്ടുണ്ട്, മോദി ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ അവിയല് പാചകം ചെയ്തിരുന്നു. അപ്പൊ അവിയലിൽ സാധാരണ മലയാളികൾ അതിൻ്റെ അകത്ത് മുരിങ്ങാക്കായ മുഴുവൻ വേവില്ല, മുരിങ്ങാക്കായ വേറെ വേവിച്ചിട്ട് അത് പകുതി വെന്തം മുരിങ്ങാക്കായാണ് അവിയലിലിടുക. കാരണം ഇത് കടിച്ചു വലിക്കണമല്ലോ മുരിങ്ങാക്കായ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഭടന്മാർ നോക്കുമ്പോൾ മോദിക്ക് ഇത് കൊടുക്കണ്ടേ, അവർ ഇതെടുത്ത് നോക്കിയപ്പോൾ ബാക്കി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുരിങ്ങക്കായ നന്നായി വെന്തിട്ടില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തോ ഗൂഢോദ്ദേശമുണ്ട് എന്നും ഭടന്മാർക്ക് സംശയം വന്നിട്ട് അവരിത് മോദിക്ക് കൊടുത്തില്ലെന്ന് അവിയലല്ലേ എന്ന് പഴയിടം ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിശോധനയൊക്കെ ഇവിടെയും കടുത്ത രീതിയിൽ തന്നെയാണ്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.